അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അസാൻ എന്നുള്ളതായ പാഠം നമ്മൾ പഠിച്ചു. ഇത് നല്ല രീതിയിൽ ഓതി പഠിച്ചവരാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പേജ് നഖർ വായിക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ച അക്ഷരമാണ്. ഇതിൽ അറിയില്ല എന്ന് പറയുന്നൊരു അക്ഷരങ്ങളില്ല. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ എല്ലാ പാഠത്തിലും ഉപയോഗിച്ച വന്നതായ പറഞ്ഞ് വായിച്ചും എഴുതിയും ശീലിച്ചതായ അക്ഷരങ്ങളാണ് ഈ എല്ലാ ബോക്സിലും കാണുന്നത്. ഓക്കെ അല്ലേ? ഇത് നിങ്ങളായിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് വായിക്ക്. ഇതെന്താണ്? ആ ഇതോ? ബ ഇത്, ത സ ജ ഹ ഖ ദ ല. ശരിയല്ലേ? ഒന്നുകൂടി വായിക്കൂ. ആ ബ ത സ ജ ഹ ഖ ദ ല. ഇനി നമ്മൾക്ക് ഈ അക്ഷരത്തിനെല്ലാം നീട്ടിയിട്ട് വായിക്കുന്ന രീതിയാണ് താഴെ പറയുന്നത്. ആ എന്നതിന് നീട്ട് ആ. ബ എന്നതിന് നീട്ടിയാലോ ബാ. നീട്ടുന്ന സമയത്ത് ഇവിടെ അലിഫ് ചേർത്ത് കൊടുക്കും. കണ്ടല്ലേ? ഓരോ സ്ഥലങ്ങളിലും അലിഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം അലിഫ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മുകളിൽ എന്ത് കൊടുത്തു? മദ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇവിടെ നോക്ക്. ആ ബ ത സ ജ ഹ ഖ ദ ല. ഓക്കെ അല്ലേ? ഇത് നല്ല രീതിയിൽ ഒരു 10 പ്രാവശ്യം ഇത് വായിക്കണം. നന്നായിട്ട് വായിക്കുക. അങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അക്ഷരം മറക്കൂല. നല്ല വ്യക്തമായ ക്ലിയറായ രീതിയിൽ ഓർമ്മയിലുണ്ടാവും. ഓക്കെ, ഈ നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. എവിടെ കണ്ടാലും നമ്മൾ പരിചയമുള്ളതായ മുഖങ്ങളാണ് ഈ പറഞ്ഞതായ അക്ഷരങ്ങളൊക്കെയും. എവിടെ കണ്ടാലും നമുക്ക് അതിൻ്റെതായ പരിചയം വേണം. കാരണം ഇത്ര അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അലിഫ്, ബാ, താ, സാ, ജീമ്, ഹാ, ഹാ, ദാല്, ദാല്. ഇത്ര അക്ഷരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഓരോ അക്ഷരം മറന്നു പോകാനേ പാടില്ല. ഓക്കെ. നക്തശിപ്പ് ദാൽ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ദാലിനെ നമ്മൾ എന്താക്കണം? വെളിവാക്കണം. മുസബ്സബീന ബൈന ദാലിക് എന്ന് പറയുമ്പോൾ ദാലിനെ ചേർത്ത് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ്. ഒരു ദാല്, വീണ്ടും ഒരു ദാല്, വീണ്ടും ഒരു ദാല്. മൊത്തത്തിൽ 3 ദാലുകളാണ്. അടിവരയിട്ട് അടയാളപ്പെടുത്താം. വഖുദൂ ഹിസ്റക്കും. ഇവിടെ ഒരു ദാല്, ഇവിടെയും ഒരു ദാല്. വഇദ് തഅസ്സന റബ്ബുക്കും. ഇദ് 2 ദാലുകൾ. നദർതും മിൻ നസ്രിൻ. ഇത് 2 ദാലുകൾ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ആ ദാലുകൾക്കെല്ലാം അടിവരയിടാം. നക്തുബുൽ അസ്മാഅൽ മുനാസിബത്ത് തഹത്ത സൂറ. താഴെ കൊടുത്തിട്ടുള്ളതായ ചിത്രങ്ങൾ, ആ ചിത്രത്തിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളതായ ലൈനിൽ ഇതിൻ്റെ പേരുകൾ എഴുതണം. ഇതെന്താണ്? മോതിരത്തിന് എന്താ പറയാ? പറയൂ. പഠിച്ചതാണ്. ഖാതം. ശരി. ഇത് ഹബൽ. ഇതോ താബൂത്ത്. ഇത് ബാബ്. നഖറ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് വായിക്കുക. ഇദാ ജാഅ. ഓക്കെ. ഖുദൂ ജുസാസൻ എന്ന് പറയുമ്പോൾ അതിനുള്ളതായ ദാല് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? പിന്നെ വായിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പാഠം നമ്മൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ട്. അസാൻ എന്നുള്ളതായ പാഠം അതിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ആവർത്തിച്ച് വായിക്കുകയും നേരത്തെ പറഞ്ഞതായ അലിഫ് മുതൽ ദാല് വരെയുള്ളതായ അക്ഷരങ്ങൾ കൂടുതലായി എഴുതുകയും
അതിനൊക്കെ ഫതഹ ലമ്മ കസറ ഇട്ട് വായിക്കുന്ന രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.